Ramya Harishankar. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ രമ്യ ഹരിശങ്കർ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വടയാണ്. റവ മധൂർ വടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ആദ്യം എടുത്തിരിക്കുന്നത് റവയാണ്. ഇത് ഏകദേശം 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബൗളിൽ. റവ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി. ഇത് 1/4 കപ്പാണ്. അപ്പോൾ 1/4 കപ്പ് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അരിപ്പൊടി അതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഒരു വലിയൊരു സ്പൂൺ, ഈ ഒരു സ്പൂണിൽ വലിയൊരു സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നിറച്ച് എടുത്തതാണ് കേട്ടോ, വടിച്ചെടുത്തതല്ല, നിറച്ചെടുത്തതാണ്. അപ്പം അതും ഗോതമ്പ് പൊടിയും അതും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. നെയ്യ് ഉണ്ടാക്കേണ്ട വീഡിയോ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ വലിയൊരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ഒന്ന് കുഴച്ച് എടുക്കാം. ബ്രെഡ് ക്രംസ് മാതിരി വരും. കണ്ട് പക്ഷെ എന്നാൽ ഒരുപാട് നനഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ വെള്ളം മാതിരി ജീരകം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അതുമാതിരി ചെറിയൊരു പച്ചമുളക്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എരിവ് കൂട്ടുക കുറയ്ക്കുക എല്ലാം ചെയ്യാം. ഞാൻ ചെറിയൊരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം സവാളയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലോട്ട് നന്നായി മിക്സ് ചെയ്യുക. സവാള നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണ്ടത്ര നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം. നല്ല ടൈറ്റ് നമുക്ക് ബോൾസ് ആക്കി എടുക്കേണ്ടതാണ്. കട്ട്ലറ്റ് മാതിരിയുള്ള ഷേപ്പാക്കി എടുക്കേണ്ടതാണ്. അതിനനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ. നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം കണ്ടോ, നന്നായി കുഴച്ച് എടുത്തിട്ടുണ്ട്. നല്ല ബോളായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി വെള്ളം കണ്ടല്ലോ, ഇത്രയും ബാക്കി വെള്ളമുള്ളൂ. മുഴുവൻ എടുത്തിട്ടില്ല. നമ്മൾ 1/2 കപ്പ് എടുത്താണ്. ഇനി 1/4 കപ്പോളം, ഇതിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു കട്ട്ലറ്റ് ഷേപ്പിൽ നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ എടുക്കാം. ഒരുപാട് വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ എടുക്കാം. അപ്പം ഞാൻ എന്താ ഈ ഒരു ഷേപ്പിൽ എടുക്കുകയാണ്.
ഇതേമാതിരി ബാക്കിയുള്ളതും ചെയ്യാം. ഇതിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ മൈദയില്ല, ഹെൽത്തിയാണ്, റവയും ഗോതമ്പും അരിപ്പൊടിയൊക്കെയാണ്. അപ്പം എന്താ എല്ലാം പരത്തി വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എണ്ണ ചൂടാക്കാൻ വയ്ക്കണം. എണ്ണ ചൂടാക്കാൻ വയ്ക്കട്ടെ, അതിനുശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി. ഇപ്പോൾ എണ്ണ ചൂടായ ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇടാൻ പോവുകയാണ്. ആദ്യത്തെ ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും മുരിഞ്ഞ് വരണം. അതിനെ നമുക്ക് കോരി മാറ്റിയിട്ട് തിരിച്ചിട്ടു. അടുത്തത് കൂടെ ഇട്ടു. രണ്ട് സൈഡും മുരിഞ്ഞ് വരണം. ഗോൾഡൻ ബ്രൗൺ നിറയുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ സ്ഥലമില്ലാതാകരുത്. ഈ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വയ്ക്കാം. കരിഞ്ഞു പോകും, ഉള്ളിൽ വേവില്ല. ഇതിന് കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് പുതിന ചട്നി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങ ചട്നി ഇല്ലേ, അതുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇത് ഇൻഡക്ഷൻ ആയതുകൊണ്ട് ചൂടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. നോക്കിയിട്ട് തീ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഞാൻ വാങ്ങാൻ പോവുകയാണ്. ഇതായിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു പ്ലേറ്റിലിവിടെ ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ഇതിലൂടെ ബാക്കിയുള്ള വടിയും കൊട്ടിയെടുക്കുകയാണ്. ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ളതും ഇടാം. ഇത് ഞാൻ എടുക്കുകയാണ്. എല്ലാം അവസാനത്തെയാണ്. ഒരു സൈഡ് ആവട്ടെ. ഒരു സൈഡായാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് അവസാനത്തെ ബാച്ചാണ്. അതൊക്കെ 3 ആയിട്ടുണ്ട്. നമുക്കിതിൽ മൊത്തം 6 കിട്ടിയിരിക്കുന്നത്.
ഇത്രയേ ഉള്ളൂ. നമ്മുടെ റവ മധൂർ വട റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുകൂടെ ഒന്ന് കോരി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തേങ്ങാ ചട്നിക്കൊപ്പം സെർവ് ചെയ്യാം. പുതിന ചട്നിയോ തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ മല്ലിയില ചട്നിയോ ഏത് വേണമെങ്കിലും സെർവ് ചെയ്യാം. ഓക്കെ, എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഞാനത് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഞാൻ തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങാ ചട്നിയോ പുതിന ചട്നിയോ കൂട്ടി കഴിക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. പുറത്ത് നല്ല ക്രിസ്പാണ്. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.